നമസ്കാരം. പതിരും കതിരും. ചത്ത കുതിരയ്ക്ക് ലാടമടിക്കുന്ന പണിയാണ് ഇപ്പോൾ കോമ്രേഡ് പി രാജീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് പറ്റിയ തെറ്റുകളൊക്കെ രാജീവും തുറന്നു പറഞ്ഞു തുടങ്ങി. അല്ല, ഈ പാർട്ടിക്കപ്പോൾ തെറ്റുകളൊക്കെ പറ്റാറുണ്ടോ? ഇങ്ങനെ തറ പറ്റിയ ഒരു തോൽവിക്ക് നിദാനമായത് ഒരു മുദ്രാവാക്യമാണത്രേ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം. അത് ജനങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോലും. സത്യത്തിൽ ആ മുദ്രാവാക്യത്തിന് പകരം പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്നതായിരുന്നു നല്ലത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് UDF അഴിഞ്ഞു പറഞ്ഞ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയായിരുന്നു. ഗതികെട്ട മനുഷ്യർ അന്ന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യത്തിൽ വീണുപോയി. LDF വരും, എല്ലാം ശരിയാകും. അങ്ങനെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. കോവിഡും പ്രളയവും ദുരന്തങ്ങളും എല്ലാം അവർക്ക് ചാകരയായി മാറി. കിറ്റും കരുതലുമായി അവർ ജനങ്ങൾക്കൊപ്പം നിന്നു. മറ്റു പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാനോ കൂട്ടം കൂടാനോ പോലും കഴിയാതെയായി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അന്ന് ചെന്നിത്തലയുടെ പ്രകടനം വാർത്താ സമ്മേളനം വിളിയും കേസ് കൊടുപ്പും മാത്രമായിരുന്നു. LDF തുടരുമെന്ന മുദ്രാവാക്യവുമായി വീണ്ടും അവർ തുടർഭരണം നേടി. പിന്നീടുള്ള 5 വർഷം ജനങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്നു. ഉന്മാദത്തിനും തലപ്രാന്തിനും മധ്യയായിരുന്നു നേതാക്കളും അണികളും. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്ന് പറയും പോലെ പിണറായി വിജയൻ്റെ ആറാട്ട് സദ്യയായിരുന്നു പിന്നെ നടന്നതെല്ലാം. അങ്ങനെ 10 വർഷം ജനങ്ങൾ കഴിച്ചുകൂട്ടി. അപ്പോഴതാ 220 കോടി മുടക്കി സകല പത്രങ്ങളിലും നാടാകെയും പുതിയൊരു മുദ്രാവാക്യം ഉയർത്തി. LDF അല്ലാതെ മറ്റാരുണ്ട്? ആ ചോദ്യത്തിന് ഉത്തരമെന്ന വണ്ണം പിണറായി വിജയൻ്റെ തലയും പ്രദർശിപ്പിച്ചു. നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ആ രക്ഷാകർതൃഭാവവും അധികാര ഹൂങ്കും ജനങ്ങൾക്ക് സുഖിച്ചില്ല. ആരുമില്ലെങ്കിലും നിങ്ങൾ വേണ്ട, നിങ്ങളുടെ സഹായവും വേണ്ട എന്നായി ജനങ്ങൾ. വല്ലവൻ്റെയും നട്ടല് വാടകയ്ക്കെടുത്ത് ഞെളിഞ്ഞു നിൽക്കാൻ കൊതിക്കുന്ന ഒരു പാർട്ടി ഇതല്ലാതെ വേറെ ഏതുണ്ട്? സകല നെറുകേടും കാണിച്ച് ഒരു മുദ്രാവാക്യവും കാച്ചി സഖാക്കൾ ഞെളിഞ്ഞങ്ങ് നിന്നാൽ ജനം പിന്നെയും വന്ന് കുത്തിത്തരുമെന്ന് പാവങ്ങൾ കരുതിപ്പോയി. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കുമെന്ന് പറയും പോലെ SFIക്കാരനും DYFIക്കാരനും എല്ലാം പിണറായി ഭരണത്തിൽ അങ്ങ് തലപൊക്കി. എന്നാലും പി രാജീവിന് ബോധം വന്നത് നല്ലൊരു കാര്യമാണ്. അതിരാവിലെ ഒരു കമ്മിത്തലയും ഫിറ്റ് ചെയ്ത് ഇറങ്ങുന്ന നേതാക്കന്മാരാണ് അധികവും. മുദ്രാവാക്യത്തിൽ പിഴച്ചു. ശബരിമല സ്വർണ്ണക്കേസിൽ പത്മകുമാറിനെ നേരത്തെ പുറത്താക്കണമായിരുന്നു. വെള്ളാപ്പള്ളിയുമായുള്ള സഹകരണം ശരിയായില്ല എന്നു വേണ്ട, പറ്റിയ കുറ്റങ്ങളൊക്കെ രാജീവ് തുറന്നു പറഞ്ഞു. എന്തു ചെയ്യാൻ, പറ്റിയത് പറ്റി. കമ്പ്യൂട്ടറിലേതുപോലെ അൺഡു ചെയ്യാൻ കഴിയില്ലല്ലോ എന്നും ആശ്വസിച്ചു. പക്ഷേ രാജീവേ, അമ്പലക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്ന പത്മകുമാർ എന്ന സഖാവ് ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിക്ക് പപ്പൻ പ്രിയപ്പെട്ട പപ്പനാണ്. അയാളെ പുറത്താക്കാൻ ഇതുവരെയും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പുറത്താക്കിയാൽ അയാൾ വല്ലതുമൊക്കെ വിളിച്ചു പറയുമെന്നും പിണറായി വിജയൻ്റെ പങ്ക് പുറത്തു വരുമെന്നും നിങ്ങൾ ഭയക്കുന്നു. ഈ കനത്ത തോൽവിക്ക് പി രാജീവിൻ്റെതായി എന്തെങ്കിലും സംഭാവന ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആ വസ്തുനിഷ്ഠ ഘടകവും ആത്മനിഷ്ഠ ഘടകവും എന്തെന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നല്ലേ മുദ്രാവാക്യം പിഴച്ചതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ പ്രയോഗിക്കുന്ന ഭാഷയും അതിൻ്റെ അർത്ഥവും ജനങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? വായ തുറന്നാൽ പൊങ്ങച്ചവും ഡംഭുമേ പറയൂ. ഇവിടെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങളൊക്കെ അമേരിക്കയിൽ തലച്ചോറ് കയറ്റാൻ പോകുന്നു എന്നൊക്കെയല്ലേ അന്ന് തട്ടിവിട്ടത്? വല്ലവനും അവൻ്റെ കാശ് കൊടുത്ത് വല്ല പെട്ടിക്കടയോ തടിയറപ്പ് മില്ലോ നെല്ല് കുത്തുന്ന മില്ലോ തുടങ്ങിയാൽ അതെല്ലാം വ്യവസായ മന്ത്രിയുടെയും ഇടതു സർക്കാരിൻ്റെയും മേന്മയാണെന്ന് പറഞ്ഞ് തള്ളിമറിക്കും. തോൽവിയൊക്കെ അവിടെ ഇരിക്കട്ടെ. രാജീവ് ഒരു കാര്യത്തിന് വ്യക്തമായി ഉത്തരം തരാമോ? ഏതാണ്ട് 3500 കോടിയോ മറ്റോ മുടക്കി ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ ആരാണ്ട് വന്നു എന്നും കേരളമല്ലാതെ ഏത് സംസ്ഥാനമുണ്ട് അദ്ദേഹത്തിന് സമാധാനമായി വ്യവസായം നടത്താനെന്ന് പറഞ്ഞതായും നിങ്ങൾ തട്ടിവിട്ടില്ലേ? ആ അജ്ഞാതനായ വ്യവസായിയെയും കൊണ്ട് നിങ്ങൾ പിണറായി വിജയൻ്റെ അടുത്ത് ചെന്നതായും അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയതായും ഒക്കെ കേട്ടു. സത്യത്തിൽ ആ വ്യവസായി ഒരു കള്ളക്കഥയിലെ നായകനല്ലേ? പിന്നെ അയാൾ എങ്ങോട്ട് പോയെന്ന് വല്ല വിവരവുമുണ്ടോ? ജാലിയൻ കടാരൻ്റെ പട്ടാള വെടി പോലെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ വെടിയടിക്കുന്നത്? പി രാജീവിൻ്റെ തുറന്നു പറച്ച് കേട്ടപ്പോൾ തോന്നിയത് ഈ മനുഷ്യനെങ്കിലും നേരം വെളുത്തു എന്നാണ്. എന്നാൽ തലയൊന്ന് പൊക്കിയിട്ട് വീണ്ടും പാവം കിടന്നുറങ്ങുകയാണ്. ഇപ്പോഴും ഈ പി രാജീവൊക്കെ വിചാരിക്കുന്നത് ആ മുദ്രാവാക്യത്തിൻ്റെ തകരാറ് കൊണ്ടാണ് പാർട്ടി തോറ്റുപോയത് എന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് വായ്ക്കരിയിട്ട ജനം ആ മുണഞ്ഞ മുദ്രാവാക്യമൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല. 99 സീറ്റുണ്ടായിരുന്ന ഈ പാർട്ടി ഇത്ര ദയനീയമായി തോൽവി ഏറ്റുവാങ്ങി നിലംപരിശേ കിടക്കുകയാണ്. അതിനെ നയിച്ച പിണറായി വിജയന് വല്ല തെറ്റും പറ്റിയതായി ഈ കമ്മികൾ ആരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? ചെകുത്താൻ ചിരിക്കുമ്പോഴും പേടിക്കണം എന്നൊരു ചൊല്ലുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളോട് കുറ്റമേറ്റു പറഞ്ഞാൽ പോലും അത് ചിരിച്ചുകൊണ്ട് ജനത്തിൻ്റെ കഴുത്തറുക്കാനുള്ള വിദ്യയാണ്.